അങ്ങനെ രാവിലെ നേരെ റൂമൊക്കെ പൂട്ടി നേരെ വേഗം ഇറങ്ങി. അങ്ങനെ നേരെ ഉദംപൂരിന്ന് തരി ഉണ്ടായിരുന്നുള്ളൂ കുറച്ചങ്ങോട്ട് കയറാം. അങ്ങനെ പോകും വഴിക്കാൻ പ്രകൃതി നമ്മളോട് വാടാ വാടാ മോനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കണ. എന്ത് രസം എന്നാ പറയുക. അങ്ങനെ കയ്യിലാച്ച് ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പൊറാട്ട ഉണ്ടായിരുന്നു. പൊറാട്ടയും കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു. നമ്മളാ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് രസം എന്ന് പറയുക. കാണാൻ കാലത്ത് തന്നെ കാരണേ ജാതി ക്ലൈമറ്റും നൈസ് തണവും ഒരു വേറെ ഫീലാണെന്ന് കേട്ടാ. ഒരു രക്ഷയില്ല. അങ്ങനെ അറ്റത്ത് നോക്കുമ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ചു നേരം പോലായി. എന്താ ചെയ്യാല്ലാണ്ട്. പിന്നെ നോക്കുമ്പോൾ ആകെ ഉരുൾപൊട്ടിയിട്ടുള്ള മറ്റേ സംഭവങ്ങളൊക്കെയാണ്. JCB കൊണ്ട് മണ്ണ് കോരിയിടുക അങ്ങനത്തെ വലിയതാണ്. പിന്നെ എല്ലായിടത്തും മിലിറ്ററി വണ്ടികളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെ ഏറ്റവും കൂടുതലാണ് കാണുന്നത്. ഈ ലോറികളിൽ മൊത്തം ഇങ്ങനെ കുറേ ചെമ്മിലായിട്ടുണ്ടാവും. ഇടയ്ക്ക് പറ്റിയാണ് പുറത്തേക്ക് ആടും. അപ്പോൾ ഇങ്ങനെ 2-3 ആൾക്കാർ വന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടും. ഇതെന്നെ പരിപാടി. അങ്ങനെ ഉച്ചയായപ്പോൾ ഒരു കടയിൽ നിർത്തിയതാണ്. ആളഞ്ച ജാതി കമ്പനി. അതിൻ്റെ ഇടയിൽ ആളുടെ ഒക്കെ മാർക്കറ്റിംഗ് പരിപാടിയൊക്കെ ഇതൊക്കെ പിടിപ്പിക്കാൻ നോക്കുക തന്നെ. അങ്ങനെ അവിടെ നടന്നൊരു സ്പെഷ്യൽ സാധനമാണ് രാജ്മാ ചാവൽ എന്ന് പറയുക. അങ്ങനെ ജമ്മുവിൽ വന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും സാധനം കിട്ടുക. അങ്ങനെ അതും കഴിച്ചു. കുഴപ്പമില്ല.